പിന്നെ ചില ആൾക്കാരോട് ഈ ഡെൽറ്റയിലോ അല്ലെങ്കിൽ ആൽഫയിലോ ഇല്ല ആൾക്കാർ നമ്മൾ പറയുന്നത് റെസ്പോണ്ട് ചെയ്യൂല. അവർ കേൾക്കുന്നുണ്ടാകും പക്ഷെ റെസ്പോണ്ട് ചെയ്യില്ല. അപ്പോൾ ഇവരെ ഹെൽപ്പ് വിളിക്കും. ചിലപ്പോൾ ചില നെഗറ്റീവ് എൻറ്റിറ്റീസ് വരും. ഇവർക്ക് പാസ്റ്റ് ലൈഫിൽ ബാധിച്ചില്ല. അതിവിടെ നമ്മളിപ്പോൾ അബണ്ടൻസിന് വേണ്ടിയിട്ടും പിന്നെ റിലേഷൻഷിപ്പ് രണ്ട് ഏഞ്ചൽസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പോയി. അടുത്ത നമുക്ക് ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. ഇതൊക്കെ ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് കാര്യവും സാധ്യമാകുള്ളൂ. അപ്പം ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇവോക്ക് ചെയ്യേണ്ട ഏഞ്ചൽ ആരാണ്? ആരോഗ്യത്തിന് ഫേലെ എന്ന് പറയും. FAYLEH ഫേലെ. ഫേലെ എന്ന് പറയുന്ന ഏഞ്ചൽ ഹൈലി പവർഫുള്ളാണ്. ഹെൽത്ത്, നിങ്ങളെ ഹെൽത്ത്, ബോഡി ഇഷ്യൂസ്, അതായത് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ബോഡി മാത്രം ഫിസിക്കൽ മാത്രമല്ലല്ലോ, മെൻ്റലി ഇമോഷണലി എന്തിനും ഈ ഏഞ്ചലിനെ വിളിക്കുക. 3 പ്രാവശ്യം പറയാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേപ്പർ പെറ്റീഷൻ എഴുതാം. പേപ്പറിൽ ആളെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വേറെ ആൾക്ക് വേണ്ടി ചെയ്യുന്നതെങ്കിൽ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് ആ പേപ്പർ ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ അടുത്ത് വെച്ചാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു എൻവയോൺമെൻറ്റ് ഒരു ഇതാവാൻ വേണ്ടിയിട്ട് അഗർബത്തി കത്തിച്ച് വെക്കുക, ഒരു ഗ്ലാസ് വെള്ളം വെക്കുക, ഒരു കാൻഡിൽ വെക്കുക, ഗ്രീൻ കളറോ വൈറ്റ് കളറോ വെച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് പ്രെയർ ചെയ്യുക. എന്നിട്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം നമ്മളൊന്ന് റിലാക്സ് ആവണം. എന്താണോ നിങ്ങൾക്ക് ഔട്ട്കം വേണ്ടത് അത് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നമ്മളെ ബോഡിയിലേക്ക് കൊണ്ടുവരിക, മൈൻഡിലേക്ക് കൊണ്ടുവരിക. അതായത് അയാൾ ഇപ്പോൾ കാലുവേദനയിൽ ഒരാൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കാലുവേദന മാറിയാൽ എങ്ങനെയായിരിക്കും? ആ ഒരു സന്തോഷം ഉണ്ടാവില്ലേ? അത് മാറുമ്പോൾ അത് നിങ്ങൾ ഫീൽ ഉള്ളിൽ നിന്ന് കൊണ്ടുവരണം. ആ ഇമോഷൻസാണ് ഈ എനർജി ക്യാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതാണല്ലോ വേണ്ടത്. അതിന് വേണ്ടി എന്താണ് വേണ്ടത് അത് തരും. അങ്ങനെയാണ് നമ്മുടെ ഇമോഷൻസാണ് പ്രധാനം. അപ്പം നമ്മൾ ചില അമ്പലങ്ങളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കരഞ്ഞ് പറഞ്ഞുകൊണ്ട് എനിക്ക് കിട്ടിയെന്ന് പറയില്ല. അപ്പോൾ എന്താ, അവിടെ ഇമോഷൻസ് വർക്കൗട്ടായി. ഇമോഷൻസ് ഒരു എനർജി ബ്രെയിൻ വേവ് ഉണ്ടാക്കും, അത് എനർജി ക്യാച്ച് ചെയ്യും. അത് നമുക്ക് അതിനുള്ള അനുഭവങ്ങൾ വരും. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എപ്പോഴും ബ്ലോക്കേജസ് ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ എപ്പോഴും അതാണല്ലോ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും വരുന്നത്. അപ്പം ബ്ലോക്കേജസ് വരുന്നുണ്ടെങ്കിൽ കോപ്പാൽ, COPAL, കോപ്പൽ. അടിച്ചു കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും. അത് ഇൻ്റർനെറ്റിലൊന്നും വരുന്നത് അത്ര വലിയൊരു കറക്റ്റായിട്ടുള്ള ഇതല്ല. അതിൽ ഇങ്ങനെ ഓരോ ആൾക്കാർ ചെന്ന് എപ്പോഴും എന്ന് വെച്ചാൽ സ്പിരിച്വാലിറ്റിയിൽ ഒരു കാര്യം ഇൻ്റർനെറ്റ് നോക്കിയിട്ടോ AI നോക്കിയിട്ടോ പഠിക്കാണ്ടിരിക്കുക. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അതിലാരെങ്കിലും തോന്നിയതുപോലെ ഒരു കറക്റ്റ് ക്ലാസ് പഠിച്ചത് ക്ലാസ് പഠിച്ചിട്ട് തന്നെയാണ്. അത് ആധികാരികമായി പഠിച്ചിട്ട് തന്നെയാണ്. പഠിച്ചിട്ട് പിന്നെ ഞാൻ കുറേ കാലം ഇത് ചെയ്യും. അതിൻ്റെ റിസൾട്ട് എന്താണ്, റിസൾട്ട് അല്ലാത്ത ഞാനപ്പം തന്നെ ബുദ്ധിമുട്ടില്ലത് ഒഴിവാക്കും, അത് പഠിപ്പിക്കാൻ നിൽക്കില്ല. റിസൾട്ട് ഇല്ലത് ഞാനിത് പഠിപ്പിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാസ് ഇപ്പം നടത്തി ക്ലാസ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഏഞ്ചൽസിന്റെ പേരൊക്കെ അവർ പഠിപ്പിച്ചു കൊടുക്കുകയും ഇങ്ങനെയാണ് ഇവോക്ക് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു. അത് പ്രത്യേകമായിട്ടുണ്ട്. ഇത് 2-3 ടൈപ്സ് ഓഫ് ഇതുണ്ട് ഇവരെ വിളിക്കുന്നതിൽ. ഓരോ മെത്തേഡ്സ് ഉണ്ട്. അത് കുറച്ച് ഹയർ ആയിട്ടുള്ള ഇതാണ്. സാധാരണ ഇതൊന്നും പഠിക്കാൻ വേണ്ടി സമയമില്ലാത്ത ആൾക്കാരുടെ കാര്യം ഞാൻ പറയുന്നത്. നിങ്ങൾ അധികം ടെൻഷൻ ഒന്നും അടിക്കണ്ട. അവർ ചെയ്യുന്നതും ഇവർ ചെയ്യുന്നതും നിങ്ങളെ മൈൻഡ് ഓക്കെ ആണെങ്കിൽ അതേ റിസൾട്ട് ഇവിടെയും കിട്ടും. ഏഞ്ചൽസിന് അങ്ങനെ ഹയർ ആയിട്ടുള്ള ആൾ വേണമെന്നില്ല ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, മനസ്സ് അതെപ്പോഴും ഓക്കെ ആണെങ്കിൽ ക്ലിയർ ആയി കഴിഞ്ഞാൽ അവരെപ്പോഴും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ കോപ്പാൽ എന്ന് പറയുന്ന COPAL, കോപ്പാൽ എന്ന് പറയുന്ന ഏഞ്ചൽ എന്തിനും വിളിക്കാം. നിങ്ങൾ ഏത് ആവശ്യത്തിനും, ബ്ലോക്കേജ് ആയിക്കോട്ടെ. ഇപ്പം നിങ്ങൾക്ക് ആ നേരത്തെ പറഞ്ഞ ഏഞ്ചൽസിൻ്റെ പേര് കിട്ടുന്നില്ല, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഏഞ്ചലിനെ വിളിച്ചിട്ട് എനിക്കത് ഹെൽപ്പ് ചെയ്ത് തരുന്നു, അത് ചെയ്തു തരും. പക്ഷെ എന്താണെന്ന് ആലോചിക്കുക, ഒരു ഷുഗർ ക്യാൻഡി കൊടുക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ ഏഞ്ചൽസിന് താല്പര്യമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പബ്ലിക് അപ്രൈസൽ. അതായത് പബ്ലിക്കായിട്ട് അവരെ പേര് ഇതാക്കുക. എങ്ങനെ വെച്ചാൽ ഒന്നൊക്കെ വാട്സപ്പിലിടുക, അല്ലെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പിലിടുക. ഞാൻ എൻ്റെ ഇതിലെന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്രൂപ്പിലേക്ക് ആൾക്കാരോട് കാര്യം നടന്നു കഴിഞ്ഞാൽ ഇടണം എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ അതിലിങ്ങനെ ഇഷ്ടം പോലെ ഓരോ ദിവസം വരുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് കാര്യം നടന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അവരിങ്ങനെ ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ഇതാണ്. ഞങ്ങളിപ്പോൾ കുറേ മൊഡാലിറ്റീസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റേക്കി ചെയ്യുന്നുണ്ട്, വേദിക് ആസ്ട്രോളജി ചെയ്യുന്നുണ്ട്, PLR ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കുറേ സമയം. അപ്പം ആ സമയത്തും ഒക്കെ ഇതുപോലെ ഏഞ്ചൽസിൻ്റെ സഹായം തേടാറില്ലേ? ഏഞ്ചൽസ് ആണ് ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും എൻ്റെ ബേസ്. ഏത് മൊഡാലിറ്റി ആയാലും എന്ത് ചെയ്യുന്നതായാലും ഞാൻ PLRൽ വരെ ഏഞ്ചൽസിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഞാൻ ഈ പാസ്റ്റ് ലൈഫിലേക്ക് കൊണ്ടുപോകുക. അവർ കറക്റ്റ് ഹെൽപ്പ് ചെയ്യും. എന്താണെന്ന് പറഞ്ഞാൽ ചില ആളെ ചെയ്യുന്ന സമയത്ത് ഇവർ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയി കളയും. ഒരു തേറ്റ എല്ലാം തേറ്റയിൽ പോകില്ല, ഡെൽറ്റയിലേക്ക് പോകും. അത് പിന്നെ ഉറക്കാം. പിന്നെ അയാളോട് നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കില്ല.
പിന്നെ നമ്മളിപ്പം അരമണിക്കൂർ ചിലപ്പോൾ എടുത്തിട്ടായിരിക്കും ഇയാൾ ഇതിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ ആ എല്ലാം വെള്ളത്തിലായില്ല. അപ്പോൾ എന്ത് ചെയ്യും, പ്രെയർ ചെയ്യും ഇയാളൊന്ന് ആൽഫ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അയാൾ ആൽഫ സ്റ്റേറ്റിലേക്ക് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ പല രീതിയിലും അവർ ഹെൽപ്പ് ചെയ്യും. പിന്നെ ചില ആൾക്കാരോട് ഈ ഡെൽറ്റയിലോ അല്ലെങ്കിൽ ആൽഫയിലോ ഇല്ല ആൾക്കാർ നമ്മൾ പറയുന്നത് റെസ്പോണ്ട് ചെയ്യൂല. അവർ കേൾക്കുന്നുണ്ടാകും പക്ഷേ റെസ്പോണ്ട് ചെയ്യില്ല. അപ്പോൾ ഇവരെ ഹെൽപ്പ് വിളിക്കും. ചിലപ്പോൾ ചില നെഗറ്റീവ് എൻറ്റിറ്റീസ് വരും. ഇവർക്ക് പാസ്റ്റ് ലൈഫിൽ ബാധിച്ചില്ല, അതിവിടെ പ്രോബ്ലം ഉണ്ടാക്കുമ്പോൾ ഏഞ്ചൽസിനോട് അതിനെ റിമൂവ് ചെയ്യാൻ പറഞ്ഞാൽ അത് റിമൂവ് ചെയ്യും. അങ്ങനെ പല ഇതിലും ഇന്നതെന്നില്ല, ഞാൻ ഏത് സംഗതി ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ ഏഞ്ചൽ വെച്ചിട്ട് ചെയ്യല്ലോ. അപ്പോൾ ഏഞ്ചൽ ഫസ്റ്റ് പഠിച്ചതുകൊണ്ട് ഏത് എല്ലാത്തിനും ഒരു ബേസ്. ഇപ്പോൾ റേക്കിയിലായിക്കോട്ടെ, റേക്കിയിൽ അറ്റ്യൂൺമെൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ എക്സ്ട്രാ ഏഞ്ചൽസ് വിളിച്ചിട്ടാണ് അറ്റ്യൂൺമെൻറ്റ് ചെയ്യലും എല്ലാ ഇതും പറഞ്ഞു കൊടുക്കൽ. ശരിക്കും ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു എനർജി ഹീലിംഗ്. എങ്ങനെയാണ് നമ്മുടെ ഹീലിംഗ് നടക്കുന്നത്? പലർക്കും ഇന്ന് പഠിച്ച് മാസ്റ്ററായിട്ടുള്ള ആൾക്കാർ വരെ ചിലപ്പോൾ എൻ്റെ അടുത്ത് വരും ചില സംശയങ്ങൾ ചോദിക്കുമ്പോൾ. അപ്പോൾ അവർ എങ്ങനെയാണ് ഹീലിംഗ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റും. അവരൊരു എനർജി നമ്മൾ വെച്ച് എനർജി കൊണ്ട് ഹീൽ ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു അസുഖം ഉണ്ടാകുന്നതിൻ്റെ കാരണം നിങ്ങളെ നാഡികളിൽ എനർജി ബ്ലോക്കായി കിടക്കുന്നതാണ്. അപ്പോൾ നമ്മളെ ബോഡിക്കൊരു പ്രത്യേകതയുണ്ട്, എന്തിനും ഹീൽ ചെയ്യാനുള്ളൊരു കഴിവ് നമ്മുടെ നാച്ചുറൽ ഇതുണ്ട്. അപ്പോൾ അത് എല്ലാ ദിവസവും നമ്മൾ പറയുന്ന, ഇപ്പം ഞാനൊരു ഇതിൽ കണ്ടിരുന്നു, എല്ലാ ദിവസവും ക്യാൻസർ കോശങ്ങൾ നമ്മളെല്ലാവരുടെ ബോഡിയിലും ഉണ്ടാവും. അതിനെ ബോഡി തന്നെ വാഷ് ഔട്ട് ചെയ്യുന്നതാണ്. അത് കൂടുതലായി നിൽക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് വാഷ് ഔട്ട് ചെയ്യാൻ പറ്റാണ്ടാകുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ ഇതേപോലെ അതെന്തുകൊണ്ടാണ് ഈ എനർജി ബ്ലോക്കേജ് ഉണ്ടാവും, ബോഡിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും തരത്തിൽ ചിലപ്പം ബ്ലാക്ക് മാജിക് ആയിരിക്കും, ചിലപ്പം പാസ്റ്റ് ലൈഫ് കർമ്മയായിരിക്കും, എന്തെങ്കിലും ആയിരിക്കും. അതവിടെ ഉണ്ടാകുന്ന നിൽക്കുമ്പം ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അസുഖം വരും ഫിസിക്കൽ ബോഡിയിൽ. ഇപ്പോൾ റേക്കി എനർജിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് എനർജി എന്താ ചെയ്യുന്നത്, നിങ്ങളെ ഹീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ അസുഖത്തിന് മാറ്റുന്നതല്ല ചെയ്യുന്നത്. അവിടെ ബ്ലോക്കേജായി കിടക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അതിനെ ഇതെടുത്ത് മാറ്റും. പിന്നെ നമ്മുടെ ബോഡി തന്നെ ആ ഒരു റിക്കവർ ചെയ്യും. അങ്ങനെയാണ് ഹീലിംഗ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇത് ചെയ്ത റൂട്ടിൽ നിന്ന് ശരിയാണ്, നമ്മുടെ ബോഡി റിക്കവർ ചെയ്യുമ്പോൾ അത് റൂട്ടിൽ നിന്നേ ശരിയാക്കി കൊണ്ടുവരും. ഇതല്ലാണ്ട് നമ്മുടെ ഈ ഹീലിംഗ് എനർജി ഒന്നും നമ്മുടെ അസുഖം മാറ്റുന്നില്ല. അസുഖം മാറ്റം നമ്മുടെ ബോഡി തന്നെ. ഹീലിംഗ് എനർജി അത് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ബോഡിക്ക് തരിക. ഇപ്പോൾ തൈമസ് ഗ്ലാൻഡ് ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇമ്മ്യൂണിറ്റി പവർ ആയിരിക്കും. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് എല്ലാം ചെയ്യുമ്പോൾ റേക്കി വെച്ച് ഹീൽ ചെയ്യുമ്പോൾ തൈമസ് ഗ്ലാൻഡെല്ലാം ആക്ടിവേറ്റ് ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായി പവർ. അതുകൊണ്ടാണ് ഈ ഹീലേഴ്സ് നല്ല പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് അസുഖങ്ങൾ പെട്ടെന്ന് പഠിക്കില്ല. ഇപ്പം കൊറോണേൻ്റെ സമയത്ത് തന്നെ നല്ല പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ നമുക്ക് അസുഖങ്ങളൊന്നും അങ്ങനെ ഉണ്ടായില്ല, വന്നിട്ടില്ല. പിന്നെ ആരെങ്കിലും ഹീൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നമ്മൾ പ്രൊട്ടക്ഷൻ ഇട്ടാലും എന്തായാലും ഇത് വരുന്നുണ്ടെങ്കിൽ ഇത് അങ്ങ് ബോഡി അങ്ങ് റിമൂവ് ചെയ്തോളും. ശരിക്കൊരു ഹീലർക്ക് എന്തായാലും വരും, അത് നമ്മൾ പേടിച്ചിട്ട് കാര്യമില്ല, വരും. നമ്മളിപ്പോൾ ഒരു ഇതിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ആ എനർജി എന്തായാലും നമ്മളിലേക്ക് വരുമല്ലോ. ഇപ്പോൾ ഒരു എനർജി അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അതൊരു ആവശ്യത്തിനായിരിക്കുമല്ലോ, കർമ്മയോ ആൻസിസ്ട്രൽ ഇതോ എന്തെങ്കിലും ആയിരിക്കും. അതിനെ നമ്മൾ പോയിട്ട് എടുത്ത് മാറ്റുമ്പോൾ അത് ചോദിക്കൂലേ നീ ആരാന്നുള്ള രീതിയിലൊരു അറ്റാക്ക് ഉണ്ടാവും. അത് നമ്മളെപ്പം പ്രതീക്ഷിച്ചിരിക്കണം ഒരു ഹീലർ. അപ്പോൾ അത് ശരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കഴിവ് ദൈവം തന്നിട്ടുണ്ടാവും. കാരണം നിങ്ങൾ ഹീലർ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളൊരു ഹീലറാണ്. ഇപ്പോൾ എത്ര കോടാനുകോടി ആൾക്കാരുണ്ട്, എല്ലാവരും എന്താ ഹീലറാണോ? ഇത് പഠിക്കുന്നുണ്ടോ? ചില ആൾ പഠിക്കണം എന്ന് വിചാരിക്കും, തുറന്നു നോക്കും, നിർത്തി നോക്കും. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവർ ഹീലർ ആവാനില്ല. നിങ്ങൾ പഠിക്കാൻ വരുന്നുണ്ടോ, നിങ്ങൾ ഹീലറാണ്. അപ്പം അതാണ് നിങ്ങളിത്. അപ്പോൾ ഈ ഹീലർക്ക് എല്ലാവരും ശ്രദ്ധിച്ച് നോക്കി, അവരെല്ലാം പാസ്റ്റിൽ കഴിഞ്ഞ ഒരു കാലഘട്ടങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ആൾക്കാരായിരിക്കും. ഫാമിലി ഭയങ്കര ബുദ്ധിമുട്ടില്ലേ. ഹീലർ ആയിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ടുണ്ടാവും. എന്താ സംഭവം, ഇവർ ഈ കർമ്മ റിമൂവ് ചെയ്യേണ്ട എങ്ങനെയാണ്? ഇവരെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഹീൽ ചെയ്യലാണ്. നമ്മൾ ഹീൽ ചെയ്യാണ്ട് നമ്മളിങ്ങനെ വീട്ടിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടി വരും. കാരണം നിങ്ങൾ ഹീൽ ചെയ്ത് മറ്റൊരാളെ സുഖപ്പെടുത്തേണ്ടതാണ്. അയാൾ ആ അസുഖം കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, അയാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ ഇതും നിങ്ങളിലേക്കാണ് വരിക. കാരണം അയാൾ രക്ഷപ്പെടേണ്ട നിങ്ങളെ കൊണ്ടാണ്. നിങ്ങളിതൊന്നും ചെയ്യാണ്ട് ഞാൻ വീട്ടിലെ ആളെ മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അയാൾ അനുഭവിക്കുന്ന എല്ലാ ദോഷങ്ങളും നിങ്ങൾക്ക് ബാധിക്കും. അപ്പോൾ നിങ്ങളെന്ത് വേണം, പഠിച്ചു കഴിഞ്ഞ് സമൂഹത്തിലേക്ക് ഇറങ്ങണം, യൂണിവേഴ്സിലേക്ക് കൊടുക്കണം. അതിനാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു ശക്തി തന്നിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും ഒരു കാരണത്താലായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് വേണം, പ്ലാന്റ്സിനെ ഹീൽ ചെയ്യണം, മൃഗങ്ങളെ ഹീൽ ചെയ്യണം, നമ്മൾ പുറത്തേക്ക് കൊടുക്കണം. ഇങ്ങനെ എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു പവറും നമ്മളെ കർമ്മ കുറയും. ഇപ്പോൾ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നില്ലേ, നീ നിൻ്റെ കർമ്മം ചെയ്യാന്ന്. അപ്പോൾ കർമ്മം ചെയ്യാന്ന് പറയുന്നത് ഒരു ഹീലറെ, ഞാൻ ചിലപ്പോൾ ജനിച്ചിരിക്കുന്ന ഒരു ഹീലറായിട്ടായിരിക്കും.
ഞാൻ ഈ ഹീലിംഗ് എന്ന് പറഞ്ഞ കർമ്മം ചെയ്യാണ്ട് ഞാൻ അങ്ങനെ വേറെ എന്തെങ്കിലും ജോലിയായിട്ട് പോകുന്നതാണെങ്കിൽ ഇതിൻ്റെ കർമ്മ ഇവിടെ കിടക്കും, അത് ഞാൻ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് വരുമ്പോഴാണ് എൻ്റെ ആ ഇത് മാറുക. ശരിക്കും തന്നെ മണി ബ്ലോക്കേജ് ഞാൻ മുമ്പ് ഒരുപാട് മണി ബ്ലോക്കേജ് ആയിട്ട് ഇതായിട്ട് നടന്നപ്പോൾ ഞാൻ ചെക്ക് ചെയ്തത്, ആകാശ റെക്കോർഡ് ചെക്ക് ചെയ്താൽ മണി ബ്ലോക്ക് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇതല്ല നിൻ്റെ ഇത് ഹീലിംഗ് ആണ്, അല്ല പഠിപ്പിക്കലാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ പഠിപ്പിക്കാൻ പോയി ചിന്തിച്ചിട്ടില്ല. പിന്നീട് ഇതിലേക്ക് ഇറങ്ങപ്പോഴാണ് എൻ്റെ മണി ബ്ലോക്കേജ് മാറാൻ തുടങ്ങി. അപ്പം അതിൻ്റെ അർത്ഥം ഇതാണ്. അപ്പം നമ്മളെല്ലാവരും അത് കണ്ടെത്തുക വേണ്ട. എങ്ങനെയാണ് ടയറോ ആയിക്കോട്ടെ, ഏത് ഇതായിക്കോട്ടെ, ആകാശിക്ക് തന്നെ നോക്കണമെന്നില്ല, ടയറോ ആയാലും എടുത്തിട്ട് നമ്മൾ എന്താണെന്ന് അറിയണം. എന്നാലും മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റൂ. ഇപ്പം നമുക്കൊരു കാർമ്മികപരമായോ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്കേജസ് നമ്മുടെ ചക്രകളിലാണ് വരിക. അപ്പം നമ്മൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഇപ്പം മണി ബ്ലോക്കേജിന് ഏറ്റവും നല്ലത് മണീൻ്റെ കട്ട് ചെയ്യുന്ന ആ ഒരു ബ്ലോക്കേജ് കട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മൾ ചെറുനാരങ്ങ ഉണ്ടല്ലോ, ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഹാഫ് എടുത്തിട്ട് നമ്മുടെ ചക്രകളിലെല്ലാം ഇങ്ങനെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങനെ ഒരു 3 to 7 ടൈംസ് ഇങ്ങനെ ഇതാക്കുക, തൊട്ടിട്ട് തന്നെ ഇങ്ങനെ എല്ലാ ചക്രകളിലും ആക്കിയിട്ട് ഇട്ട് നോക്കിയാൽ ഒരു 7 days കൊണ്ട് നമുക്ക് റിസൾട്ട് അറിയാൻ തുടങ്ങും. പക്ഷെ ഇത് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ പനിയോ അല്ലെങ്കിൽ ഇതെല്ലാം വരും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. പക്ഷെ അത് ക്ലിയറിങ് ആണ്. അത് ചെയ്താലും നമ്മൾ മണി ബ്ലോക്കേജസ് ഒരുപാട് മാറും. ഇങ്ങനെയുണ്ട്, ഓരോ ടെക്നിക്സ് ആണ്. പക്ഷെ ഇത് വിശ്വാസത്തോടുകൂടി ചെയ്താൽ അതിന്റെ ഫലം ഉണ്ടാവും. ഇല്ലെങ്കിൽ വെറുതെ ചെയ്യുമ്പോഴും അത് നമ്മൾ വിശ്വാസത്തോടുകൂടിയും പിന്നെ ആത്മാർത്ഥമായിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിന്റെ ചെയ്യുന്ന രീതിയുള്ളൂ. ചിലപ്പോൾ എന്തെങ്കിലും കണ്ട് എവിടെയെങ്കിലും കണ്ടിട്ട് നമ്മളത് കയറി പരീക്ഷിക്കും. അത് എപ്പോഴും ഞാൻ പറയുന്ന കാര്യം, നമ്മൾ യൂട്യൂബിലും അല്ലേ ഞാനീ പറയുന്നത് പോലും നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞ ഞാൻ ഉപയോഗിക്കുന്നത്, അതെനിക്ക് ഞാൻ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് അത്ര ഉറപ്പുണ്ട് അത് ബാക്ക് ഫയർ ചെയ്യില്ല, ഒന്നും നിങ്ങൾക്ക് വർക്ക് ചെയ്യും. പക്ഷെ നിങ്ങൾ ചിലത് കാണുന്നത് അധികം ആളും എന്നെ ഒരു ലേഡി വിളിച്ചിട്ട് ആകാശിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പഠിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ക്ലാസ്സിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. 2 മാസം കഴിഞ്ഞപ്പോൾ ആൾ പഠിപ്പിക്കാൻ തുടങ്ങിയെന്ന് പറയുന്നു. അപ്പോൾ അത് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അതെങ്ങനെയാണ് പഠിപ്പിക്കാൻ തുടങ്ങിയെന്ന്. അത് റീഡ് ചെയ്യാനല്ല, പഠിപ്പിക്കാൻ തുടങ്ങിയെന്ന്. അപ്പം ഞാൻ വിളിച്ച് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് വേണ്ടേ, നമ്മൾ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ആൾക്കാർ എപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ പഠിപ്പിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ച്, ഇപ്പം ഞാൻ എന്നെ ചെയ്യണം എന്നല്ല പറയുന്നത്, നിങ്ങൾ ആരെ വേണമെങ്കിലും എടുത്തോ. പക്ഷേങ്കിൽ എപ്പോഴും എന്ത് വേണോ, അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ, അവരുടെ അടുത്ത് പഠിച്ച ആൾക്കാരെന്താ പറയുന്നു, അങ്ങനെ നോക്കിയിട്ട് വേണം. ഇപ്പോൾ റേക്കി ആയിക്കോട്ടെ, റേക്കി ഞാൻ പറഞ്ഞില്ലേ, 2nd degree എടുത്ത ആൾക്കാർക്ക് വരെ ഓറൽ ഓക്കെ ചെയ്യാൻ അറിയില്ല. ഓറൽ ഓക്കെ ചെയ്യാൻ അറിയാത്ത ആളെങ്ങനെയാണ് ഒരാളെ ഹീൽ ചെയ്യുക? നിങ്ങൾക്ക് വരൂലേ. നമ്മൾ ഓറൽ ഓക്കെ ചെയ്യാൻ അറിയില്ലെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്യാൻ അറിയില്ല, ചക്രകൾ സ്കാൻ ചെയ്യാൻ അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? അതുകൊണ്ട് ഞാനത് ആദ്യം റേക്കി ലെവൽ ഫസ്റ്റിൽ തന്നെ ഓറാലോക്കും സ്കാനിങ്ങും എല്ലാം പഠിപ്പിച്ചു കൊടുക്കും. കാരണം ഇവരിത് ഫസ്റ്റ് ലെവൽ പഠിച്ചാൽ തന്നെ വേറെ ആളെ ഹീൽ ചെയ്യാൻ പോകും. അപ്പോൾ അന്നേരം നമ്മൾ അവരെ പ്രിപ്പയർ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് ഇത് എല്ലാം പഠിപ്പിക്കുന്നത്. പക്ഷേ സാധാരണയായിട്ട് 2nd ഡിഗ്രിയിലാണ് ഇത് വരുന്നത്, സ്കാനിങ് എല്ലാം. സ്കാനിങ്ങും സിമ്പിൾസ് സെക്കൻഡിൽ തന്നെയാണ്. പക്ഷെ സ്കാനിങ് നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മളെല്ലാ ടൂൾസ് നമ്മളെ കയ്യിൽ വേണം. ടൂൾസ് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അറ്റാക്കിങ് വരുമ്പോൾ നമുക്ക് തടുത്തേക്കാം. പിന്നെ ഈ റേക്കി പഠിച്ച് ഫസ്റ്റ് ലെവൽ പഠിച്ചിട്ട് നിങ്ങൾ നെഗറ്റിവിറ്റി റിമൂവ് ചെയ്യാൻ പോറ്. നെഗറ്റിവിറ്റി റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകമായിട്ടുള്ളൊരു, റേക്കിൽ നെഗറ്റിവിറ്റി റിമൂവ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സിസ്റ്റം ഇല്ല. റേക്കിൽ ഹീലിംഗാണ്. ഫസ്റ്റ് ലെവൽ വരുമ്പോൾ ടച്ച് ഹീലിംഗ്, 2nd ലെവൽ വരുമ്പോൾ ഡിസ്റ്റൻസ് ഹീലിംഗ്, 3rd ലെവൽ മാസ്റ്റർ ഹീലിംഗ്. അങ്ങനെയാണ് 3rd എന്ന് പറയുമ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ വരെ. പക്ഷേ ഇതിൽ ഇങ്ങനെയുള്ളൊരു നെഗറ്റിവിറ്റി, ഇപ്പം ഞാൻ പരസ്യം കണ്ട് നെഗറ്റിവിറ്റി റിമൂവൽ വിത്ത് റേക്കി. എൻറ്റിറ്റീസിനൊന്നും റേക്കി വെച്ച് റിമൂവ് ചെയ്യാൻ പറ്റില്ല, ഹീൽ ചെയ്യാനേ പറ്റൂ. പക്ഷേ എൻറ്റിറ്റീസ് റിമൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് അറ്റാക്ക് ചെയ്യും എൻറ്റിറ്റീസ്. അപ്പോൾ നിങ്ങളിത് 3rd ഡിഗ്രി എടുത്തെന്ന് വിചാരിച്ചിട്ട് എൻറ്റിറ്റീസ് ഇല്ല ഒരാളെടുത്ത് പോയിട്ട്. എൻറ്റിറ്റീസിനെ റിമൂവ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല മൊഡാലിറ്റി ഏതാണ്? ലാമഫെറ. ലാമഫെറ ബെസ്റ്റാണ് ഇതിന് വേണ്ടിയിട്ട്, എൻറ്റിറ്റീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ പരമാവധി നമ്മളെപ്പോഴും ഒരു ഹീലർ എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്ന ആൾക്ക് എന്താ പ്രോബ്ലം എന്ന് മനസ്സിലാക്കാൻ പറ്റണം. ഇയാൾക്ക് ബ്ലാക്ക് മാജിക് കൊണ്ടാണോ, ആൻസെസ്ട്രൽ ഇഷ്യൂസ് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇയാളെ തന്നെ കാർമിക് ഇഷ്യൂസ് കൊണ്ടാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റണം. അത് മനസ്സിലാക്കിയിട്ട് അതെന്തുകൊണ്ടാണ് വന്നതെന്ന് മനസ്സിലാക്കും. ഇപ്പം ബ്ലാക്ക് മാജിക് കണ്ട് ഓക്കെ, ചിലപ്പോൾ ചില ബ്ലാക്ക് മാജിക് ചെറുതായിരിക്കും, നമ്മളെ ശത്രുദോഷം, കണ്ണേറ് അങ്ങനത്തെ എല്ലാം ആയിരിക്കും. അതെല്ലാം നമുക്ക് ഈസിയായി റേക്കി കൊണ്ട് തന്നെ മാറ്റാം. ചിലത് നമ്മൾ നോക്കുമ്പോൾ എൻറ്റിറ്റീസ് ആയിരിക്കും. എൻറ്റിറ്റീസ് എന്ന് പറയുമ്പോൾ ചില ആൾ ഇയാളെ നശിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് അയക്കുന്നതായിരിക്കും.
മരിച്ചു പോട്ടെ എന്നുള്ള രീതി അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഹിന്ദു ഇതിൽ പറയുമ്പോൾ മാരണം എന്ന് പറയും. അങ്ങനത്തെ ടൈപ്പിൽ നിങ്ങൾ എൻ്റർ ചെയ്താൽ അത് അതിൻ്റെ ഉദ്ദേശം എന്താ, ഇയാളെ കൊല്ലാന്നില്ല, അത് നേരെ നിങ്ങളിലേക്ക് വരും. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അത് അതിൻ്റെ എക്സ്പേർട്ടായുള്ള ആൾക്കാർ അവർക്ക് വിട്ടുകൊടുക്കുക. എല്ലാത്തിലും പോയിട്ട് നമ്മൾ തലയിട്ടിട്ട് നമ്മളെ ഭാവി അത്ര ഹീലാന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൽ നിൽക്കണ്ട. അന്നേരം തിരിച്ചടി കിട്ടുക. കുറച്ചെല്ലാം അതിൻ്റെ എക്സ്പേർട്ട് ഉണ്ടാവും, അതിനായിട്ട് അവർക്ക് വിട്ടുകൊടുക്കുക. ബാക്കിയില്ലല്ലോ, ഇഷ്ടം പോലെ ബാക്കിയുണ്ട്. എന്നാലും ഇത് ഒഴിവാക്കിയാലും ബാക്കി ഇഷ്ടം പോലെ ഉണ്ട്. അത് ചെയ്താൽ മതി, നമുക്ക് ജീവിക്കാനുള്ളതും എല്ലാം ഒരു ഹീലർക്ക് കിട്ടും. പിന്നെ നമ്മളൊരു എത്തിക്സ് കീപ്പ് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ എന്നെ അധികം ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ ഞാൻ മറന്നു പോകും. ആൾക്കാർ കുറേ ആൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ വിചാരിക്കും ഇവരെന്തോ ഭയങ്കര ഡിമാൻഡാണ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ചീത്തെല്ലാം വിളിച്ചു പറയും. ഇപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ ഇതിൽ തന്നെ പറഞ്ഞൊക്കെ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നതിൽ അധികം കംപ്ലയിൻറ്റ് ഈ വിളിച്ച ഫോൺ എടുക്കുന്നില്ല. നമുക്ക് എല്ലാ സമയത്തും വിളിച്ചാൽ ഫോൺ എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഒന്നിക്ക് പ്രാക്ടീസിലായിരിക്കും, അല്ലെങ്കിൽ ഹീലിങ്ങിലായിരിക്കും. നമ്മൾ ഈ വിളിച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, നമ്മളെ എനർജി ഇങ്ങനെ ലോസ് ആയിക്കൊണ്ടേയിരിക്കും. ചില ആൾ വെറുതെ വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്യും. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ 16 17 ഏഞ്ചൽസ് ഉണ്ടെന്നുള്ളത്. അത് കൂടാതെ വേറെയും താങ്കൾ നേരത്തെ പറഞ്ഞ കുറച്ച് പേരുകളൊക്കെ കേട്ടിട്ടില്ലാത്തതാണ്. അപ്പോൾ അതൊക്കെ ഈ 16 17 കൂടാതെ ഇല്ല, 16 17 ഇവിടെ ഒരു ഏഞ്ചൽ ഹീലിംഗ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു അമേരിക്കൻ ലേഡി ഉണ്ടാക്കിയ ഒരു ഏഞ്ചൽ ഹീലിംഗ്. അതിലൊരു 17 ഏഞ്ചൽസിനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതല്ല നമ്മൾ ഫോളോ ചെയ്യുന്ന ഏഞ്ചൽ ഹീലിംഗ് സിസ്റ്റം ഇതല്ല. ഏഞ്ചൽ ഹീലിംഗ് ജൂതായിസത്തിലുള്ള ഏഞ്ചൽ ഹീലിംഗ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ജൂതായിസത്തിൽ കബാലിസ്റ്റിക് എന്ന് പറയും. കബാലിസ്റ്റിക്കിൽ 72 ഏഞ്ചൽസ് ഉണ്ട്. ആ 72 ഏഞ്ചൽസിനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിലുള്ള കുറച്ച് ഏഞ്ചൽസിൻ്റെ പേരിലാണ് ഇപ്പം പറഞ്ഞത്. പിന്നെയും ഈ പേരുകളെല്ലാം ഓർത്തിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുണ്ടാവും, അത് ഫസ്റ്റ് ഉണ്ടാവും. നമ്മൾ 2-3 കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു ഉപകാരം ചെയ്തെന്നാൾ നമ്മൾ ഒരിക്കലും മറക്കില്ല. ഇപ്പം നിങ്ങൾ ഇങ്ങനെയല്ല, ഇപ്പം നിങ്ങൾ ഒരു ഇത് ചെയ്ത് വെർണോസിയും ചെയ്ത് എൻഒസി നമുക്ക് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും മറക്കില്ല. അതങ്ങനെയാണ്. നിങ്ങൾ ഫസ്റ്റ് ഉണ്ടാവും, അത് എഴുതി വെക്കുക, ചെയ്യുക, എന്നിട്ട് നോക്ക്. അത് ചെയ്ത് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് ഇത് കൊടുക്കുക. ഷുഗർ ക്യാൻഡി തന്നെ അതൊരു ഓഫറിംഗ് ആണ്. അത് അവർ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, ആ ഷുഗർ ക്യാൻഡിൽസ് ഓഫർ ചെയ്തിട്ട് തിന്നു കഴിഞ്ഞാൽ അതിൽ ചില സമയം ആ മധുരം ഉണ്ടാവില്ല. അതവർ ഇത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. നമ്മളിപ്പം എൻ്റെ പൂജയെല്ലാം ചെയ്യുന്ന ചില സ്ഥലത്തും പൂജ ചെയ്ത് പായസം വെക്കുന്ന ശ്രദ്ധിച്ച് നോക്കിയാൽ പായസം അതിനെടുത്ത പായസം ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. കാരണം അതിൻ്റെ അവരെ എനർജി അതിൻ്റെ ഇതാ എടുക്കുക. അല്ലാണ്ട് ഈ ഇത് വന്നിട്ട് ഭക്ഷണം കഴിക്കല്ല, അവർ എനർജി അവർ റിസീവ് ചെയ്യും. അപ്പോൾ ഇതിലൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. ഈ 16 ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ ആർക്ക് ഏഞ്ചൽസ് ആണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ബൈബിളിലെ ഏഞ്ചൽസ് ആണ്. അതല്ല, കബാലിസ്റ്റിക്കിലാണ് ഏഞ്ചൽസിനെ പറ്റിയിട്ട് ഹീബ്രുവിലാണ് ഇവരുടെ ലാംഗ്വേജ് ഉള്ളത്. അപ്പോൾ ഹീബ്രു ലാംഗ്വേജ് എക്സ്പേർട്ട് ആയിക്കഴിഞ്ഞാൽ, എക്സ്പേർട്ട് എന്നല്ല, പഠിച്ചു കഴിഞ്ഞാൽ സാധാരണ പറയാനല്ല, അതിൽ വേർഡ്സ് പഠിച്ച ഏഞ്ചൽസിനെ വേഗം നമുക്ക് കോൾ ചെയ്യാം. കാരണം ഏഞ്ചൽസിൻ്റെ മന്ത്രാസ് എല്ലാം ഹീബ്രുവിലാണ്. ഇപ്പം നമ്മൾ സംസ്കൃതമല്ല ഹിന്ദുസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതേപോലെ സംസ്കൃതം പോലെ അവർ ഹീബ്രുവിലാണ്. ഹീബ്രു ലാംഗ്വേജിലെ വേർഡ്സ് ഉപയോഗിക്കാനും ഉച്ചാരണ ശുദ്ധിയും വന്നു കഴിഞ്ഞാൽ ഏഞ്ചൽസിന് വേഗം നമുക്ക് കണക്ട് ചെയ്യാം. ഹീബ്രുവിലാണ് അതിൻ്റെ മെയിനായിട്ടുള്ളത്. അതിൽ 72ഓളം വരുന്നുണ്ട് സാധാരണയായിട്ട് വിളിക്കാൻ പറ്റാം. പിന്നെ 72 ഡെമോൺസ് ആയിട്ടില്ല ഇതിൽ വരുന്നുണ്ട് ഏഞ്ചൽസ്, ഇതിൽ ഫോളൻ ഏഞ്ചൽസിൻ്റെ ഇതുപോലെ. എണ്ണത്തിൽ കൂടുതൽ ഗുഡ് ഏഞ്ചൽസ് ആണല്ലോ, ആർക്ക് ഏഞ്ചൽസ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് ഗുഡ് ഏഞ്ചൽസ് ബാഡ് ഏഞ്ചൽസ് എന്നില്ല. ഇപ്പം ഞാൻ നിങ്ങളെ ഏത് ഏഞ്ചലിനെ വിളിച്ചാലും, ഇപ്പോൾ ഈ ആർക്ക് ഏഞ്ചൽസ് ഇവരെല്ലാം എന്താ ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യണമെങ്കിൽ അപ്രൂവൽ വേണം, യൂണിവേഴ്സിൻ്റെ അപ്രൂവൽ വേണം, എന്നാൽ അവർ ചെയ്യുക ഹീലിംഗ്. പക്ഷേങ്കിൽ ഈ ഫോളൻ ഏഞ്ചൽസ് എന്ന് പറയുന്ന ഈ ഒരു ടൈപ്പിൽ അവർക്ക് അപ്രൂവലിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളെന്താ പ്രെയർ ചെയ്യുന്നത് അത് നടത്തി തരും. അപ്പോൾ നിങ്ങളൊരാളെ ശത്രുവായിട്ട് കണ്ടിട്ട് അയാളെ നശിച്ചു പോട്ടെ എന്നുള്ള രീതിയിലാണ് പ്രെയർ, അതവിടെ നടക്കും. അതുകൊണ്ടാണ് ബാഡ് എന്ന് പറഞ്ഞത്. ശരിക്കും ഈ എനർജി ഒന്നും ബാഡല്ല, നമ്മളാണ്, മനുഷ്യരാണ് അതിൻ്റെ ആ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഇപ്പോൾ ഒരാൾക്ക് നിങ്ങൾക്കൊരു പ്രോബ്ലം ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ എൻറ്റിറ്റീസോ എന്തും ആണെങ്കിൽ നമ്മളെന്ത് ചെയ്യുക, ആ എൻറ്റിറ്റീസിൻ്റെ സ്വഭാവം മാറ്റിക്കളയാം. നമ്മൾ അതാണ് പഠിക്കേണ്ടത്. എൻറ്റിറ്റീസിൻ്റെ സ്വഭാവം മാറ്റിയിട്ട് അത് നിങ്ങൾ ബ്ലെസ്സിങ്സ് ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അത് അതിന് പിന്നെ യൂണിവേഴ്സിലേക്ക് വിടുക. അപ്പോൾ എന്താവും, അത് ബ്ലെസ്സിങ്സ് ആയിട്ട് മാറും. അങ്ങനെയാണ് അധികം ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അത്, ഇപ്പം കുറച്ച് ദിവസം മുമ്പ് ഒരു ഇത് വന്നിരുന്നു, ഒരു കുട്ടി കടലിൽ നിന്ന് കളിച്ചാൽ, അപ്പോൾ എന്തോ ഒരു മരത്തിൻ്റെ ഒരു പാവ എന്തോ എടുത്ത് കളിച്ചിട്ട് പിന്നെ അവിടെ ഇട്ട് വീട്ടിലെത്തിയപ്പോൾ പനി തുടങ്ങി ഹോസ്പിറ്റലായിട്ട് ഇങ്ങനെ ബോഡി ഇങ്ങനെ ജർക്ക് ചെയ്യുക.
പക്ഷേ എന്താണെന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല. ഇപ്പം EEG എന്ന് പറയുന്ന ടെസ്റ്റ് അങ്ങനെ എന്തോ ഉണ്ട്, അതെല്ലാം ചെയ്തിട്ടും പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാകുന്നില്ല, പനി മാറുന്നില്ല. ഇതേപോലെ ആരോ എന്തോ ചെയ്ത് റിമൂവ് ചെയ്ത് അവർ ഇതിലേക്കാക്കി അത് കടലിലേക്ക് വിട്ടതാണ്. അപ്പോൾ അത് നെഗറ്റീവ് എനർജി തന്നെ അവിടെ ഇല്ലേ, അത് ആരെങ്കിലും എടുക്കുമ്പോൾ അത് വിചാരിക്കും ഇതാണ് അവരിത് എന്നിട്ട് ഇയാളിലേക്ക് ഇത് കൊണ്ടുവരും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, യൂണിവേഴ്സിലേക്ക് കളയുമ്പോൾ അതിനെ ശുദ്ധീകരിച്ച് അതിൻ്റെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് കളയുമ്പോൾ അത് ആർക്കും കിട്ടിയാലും ഉപദ്രവം ഉണ്ടാക്കില്ല. അല്ലെങ്കിൽ ഈ കുട്ടി അനുഭവിക്കുന്ന എല്ലാ പാവവും ആ ചെയ്ത ആളുണ്ടല്ലോ, കുട്ടിക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന ആ ദോഷം ഉണ്ടല്ലോ, അതാരാണോ റിമൂവ് ചെയ്ത് കളഞ്ഞത് അയാൾക്കാണ് പോയി കർമ്മ. അപ്പോൾ നമ്മളറിയാണ്ട് കർമ്മ നമ്മളിലേക്ക് വരും. ഇതൊക്കെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ലാസ്റ്റ് ബുദ്ധിമുട്ടുണ്ടാക്കുക അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം നല്ല രീതിയിൽ ചെയ്യണം.